ഹലോ, എല്ലാവർക്കും നമസ്കാരം. റോണ്ട ബേണിന്റെ ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു ബുക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ അതിന്റെ വേറൊരു ഭാഗം വായിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മെലിയുക എന്നുള്ളൊരു പാർട്ടായിരുന്നു. മെലിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറെടുക്കേണ്ട രീതി എങ്ങനെയൊക്കെയാണെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നത് ആരോഗ്യത്തിന്റെ കാര്യങ്ങളാണ്. ആരോഗ്യത്തിനുള്ള രഹസ്യം. റോണ്ടാബേൺ എന്താണ് ആരോഗ്യത്തിനുള്ള രഹസ്യത്തെക്കുറിച്ച് പറയുന്നതെന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് വായിച്ചു തരാം. റോണ്ടാബേണിന്റെ ഈ പുസ്തകത്തിൽ ഒരുപാട് സയന്റിസ്റ്റുകളുടെ സെന്റൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം അതായത് ഏതൊക്കെ സയന്റിസ്റ്റുകളെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ജോൺ ഹേഗ്ലിൻ, ഡോക്ടർ ജോൺ ഡിമാർട്ടിനി, ലിസ നിക്കോൾസൺ, ഡോക്ടർ ബെൻ ജോൺസൺ, അല്ല ചിലരെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ സയന്റിസ്റ്റുകളുടെ പേര്. പിന്നെ ഡോക്ടർ ജോൺ ഡിമാർട്ടിനി, മൈക്കിൾ ബെർണാഡ് ബെക്ക്വെർത്ത്. ഒരു 2-3 പ്രാവശ്യമെങ്കിലും വായിച്ചാലാണ് നമ്മൾക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിൽ നമ്മൾ പറഞ്ഞുറപ്പിക്കുക, എൻ്റെ അസുഖം മാറും, എനിക്ക് അസുഖമൊന്നുമില്ല, എനിക്കിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് പോകത്തേ ഉള്ളൂ, എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് ചാടണം, നല്ല ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് ഓടി നടക്കണം, പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിനെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. അതാണ് കാര്യങ്ങൾ നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് മനസ്സുകൊണ്ട് രോഗം മാറ്റുക എന്നുള്ളതാണ്. മരുന്ന് കൊണ്ടുള്ള ചികിത്സയുമായി യോജിപ്പിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. മരുന്ന് കഴിക്കേണ്ട ഒരു അസുഖമാണെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കാതെ എൻ്റെ അസുഖം മാറുമെന്ന് മനസ്സിനെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല, അത് മഠേതരാവും. നമ്മൾ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒപ്പം നമ്മളുടെ മനസ്സിന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും കൂടെ വേണം. ഈ മരുന്ന് കഴിച്ചാൽ എൻ്റെ അസുഖം മാറും എന്നുള്ളത്. അതൊരു വലിയൊരു പോയിന്റാണ്. ആയിരക്കണക്കിന് രോഗങ്ങളും രോഗനിർണയങ്ങളും ഉണ്ട്. അവയെല്ലാം ദുർബലമായ കണ്ണികൾ മാത്രമാണ്. എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ഒരൊറ്റ കാര്യമാണ് മനക്ലേശം. ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് പോയിട്ട് ഓവർ തിങ്കിങ് വന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ ചിന്തകൾ മാറി മറിഞ്ഞ് നമുക്ക് മനസുഖം ഇല്ലാണ്ടാവുന്നു. ആ ഒരു അവസ്ഥയിലാണ് അസുഖം വരുന്നതെന്നുള്ളതാണ് ഡോക്ടർ ബെൻ ജോൺസൺ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരാൾക്ക് ശരീരത്തിൽ ഒരു രോഗം ബാധിച്ചാൽ അല്ലെങ്കിൽ ജീവിതം ക്ലേശപൂർണമായി തീർന്നാൽ ശരിയായ ചിന്തയുടെ ശക്തി കൊണ്ട് ആ സ്ഥിതി മാറ്റാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഒരു സംശയമില്ലാതെ ഉത്തരമുണ്ട്. സാധിക്കും. ഉറച്ച വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അസുഖം മാറുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള പലരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. കണ്ടോ, ചിരിയാണ് ഏറ്റവും വലിയ ഔഷധം എന്ന്. അതെന്താന്ന് നമുക്ക് നോക്കാം. അനുഭവകഥയാണ് കേട്ടോ പറയുന്നത്. കാത്തി ഗുഡ്മാന്റെ അനുഭവകഥയാണ് പറയുന്നത്. എനിക്ക് ക്യാൻസർ സ്തനാർബുദമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. എൻ്റെ അടിയുറച്ച വിശ്വാസത്തിന്റെ ശക്തിയിൽ എൻ്റെ രോഗം ഭേദമായി കഴിഞ്ഞു എന്ന് ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിച്ചു. ഓരോ ദിവസവും ഞാൻ പറയും, എൻ്റെ രോഗം മാറ്റിത്തന്നതിന് നന്ദി. അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ രോഗം മാറിയിരിക്കുന്നു എന്ന് ഞാൻ ശരിക്കും വിശ്വസിച്ചു. എൻ്റെ ശരീരത്തിൽ ക്യാൻസർ ബാധിച്ചിട്ടേ ഇല്ലാത്ത പോലെ ഞാൻ ഭാവിച്ചു. രോഗം ഭേദമാവാനായി ഞാൻ കണ്ടെത്തിയ ഒരു മാർഗം നല്ല തമാശയുള്ള സിനിമകൾ കാണുക എന്നതായിരുന്നു. ചിരിയോട് ചിരി തന്നെയായിരുന്നു. ജീവിതത്തിൽ അല്പം പോലും മാനസിക പിരിമുറുക്കം അനുഭവിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. കാരണം മാനസിക സംഘർഷവും പിരിമുറുക്കവുമാണ് രോഗം മാറാൻ പരിശ്രമിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും ദോഷകരമായ കാര്യം. രോഗം കണ്ടെത്തി ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ രോഗം പൂർണ്ണമായി മാറി. അതും യാതൊരുവിധ റേഡിയേഷനോ കീമോതെറാപ്പിയോ ചെയ്യാതെ തന്നെ. നമുക്ക് ഏറ്റവും വലിയ പ്രചോദനം നൽകുന്ന മനോഹരമായ ഒരു അനുഭവകഥ, സ്വന്തം അനുഭവകഥയാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് സ്തനാർബുദം വന്നിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ടാവും, പക്ഷെ ഒപ്പം അവരുടെ വിശ്വാസം എന്താണ്? എനിക്ക് അസുഖമില്ലാത്ത ഒരാളെ പോലെ ഞാൻ നടിച്ചു, എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു, അസുഖമില്ലാത്ത ആളായിട്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. അപ്പം ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. മനസ്സിന് സന്തോഷം തരുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് ചിരിക്കുക എന്നുള്ളത്, മനസ്സമാധാനം കിട്ടുക എന്നുള്ളത്, അല്ലേ? ഒത്തിരി അസുഖമൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊരു മൂഡില്ല, കാണാൻ പറ്റില്ല, അങ്ങനെയുള്ള സിനിമകൾ കണ്ടാൽ ചിരിക്കാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം നമ്മളുടെ മനസ്സിനെ നമ്മൾ മനഃപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ തുടങ്ങിയാൽ നമുക്ക് മനസ്സമാധാനം കിട്ടും, ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ പറ്റും, നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റും, നമുക്ക് രോഗമുക്തി നേടാൻ പറ്റും. രോഗമായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മളെ ആരും പരിഗണിക്കില്ല. അപ്പം ആ ഒരു അവസ്ഥ മനസ്സിലാക്കുക. വാർദ്ധക്യം എന്നത് മനസ്സിലെ വിശ്വാസം മാത്രമാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ ശരീരം ആകെ മാറി പുതിയതാകും എന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ.
പ്രായാധിക്യം എന്നത് പരിമിതപ്പെടുത്തുന്ന ചിന്തയാണ്. ആ ചിന്ത ഉപേക്ഷിക്കുക. നിങ്ങളുടെ ശരീരത്തിന് വാസ്തവത്തിൽ മാസങ്ങളുടെ പ്രായമേ ഉള്ളൂ. ഉത്തമമായ ആരോഗ്യം, ഉത്തമമായ ശരീരം, ഉത്തമമായ തൂക്കം, നിത്യമായ യൗവനം എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിലൂടെ നേടാം. അചഞ്ചലമായ ചിന്തകളിലൂടെ അത് യാഥാർത്ഥ്യമാക്കാം. നമ്മൾ ആവശ്യപ്പെടുക, വിശ്വസിക്കുക, സ്വീകരിക്കുക, ആക്ഷൻ നടത്തുക. അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ആരോഗ്യം എന്ന് പറയുന്ന കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മെഡിസിൻ എടുക്കേണ്ട അസുഖമാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. എൻ്റെ അസുഖം മാറും, ഞാൻ ഉടൻ തന്നെ എഴുന്നേറ്റ് നടക്കും. അസുഖമില്ലാത്ത ഒരാളെ പോലെ നടിക്കുക, മനസ്സിനെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. തന്നെയല്ല, ചിരി ആരോഗ്യത്തിന് വളരെയധികം മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ്. അസുഖമായിട്ട് കിടക്കുന്ന ഒരു വ്യക്തി മനസമാധാനം അത്യാവശ്യമാണ്. ഈ ഒരു മനസമാധാനം കിട്ടാനായിട്ട് തങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. വാർദ്ധക്യം എന്ന് പറയുന്നത് അത് പ്രകൃതിയാൽ നടന്നു പോകുന്ന ഒരു കാരണമാണ്. പക്ഷെ നമ്മളെപ്പോഴും ചെറുപ്പമാണെന്ന് വിശ്വസിച്ച് ആ ഒരു രീതിയിൽ നടക്കാനും ചെയ്യാനും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ തുടങ്ങുക. അപ്പോൾ നമ്മൾ ചെറുപ്പമായിട്ട് തന്നെ നിൽക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിൽ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നത്. തീർന്നില്ല, ഇനിയുണ്ട്.